കേരള സ്റ്റേറ്റ് എക്സൈസ് ഇന്റലിജൻസിന്റെയും കാഞ്ഞിരപ്പള്ളി എക്സൈസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ വ്യാപക പരിശോധന നടത്തി. അനധികൃത ലഹരികടത്ത് തടയുക, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ വിൽപ്പനയും ഉപയോഗവും തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ കൂടിയാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തിയത്. എക്സൈസിൻ്റെ ജോയിൻറ്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മുണ്ടക്കയം ഹോട്ട്സ്പോട്ട് ആയിട്ട് മുണ്ടക്കയം സ്റ്റാൻഡ് മുതലായ ഭാഗങ്ങൾ പരിശോധനയുടെ ഭാഗമായിട്ട് എക്സൈസ് റേഞ്ച് പാർട്ടിയായിട്ട് സംയുക്തമായി NDPS കുറ്റകൃത്യങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള പരിശോധനകൾ നടത്തി. ബസ്സുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കേരള സ്റ്റേറ്റ് എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ റോബർട്ട് ബിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന നടത്തിയത്. കാഞ്ഞിരപ്പള്ളി എക്സൈസ് റേഞ്ചിന്റെയും കോട്ടയം എക്സൈസ് ഇന്റലിജൻസ് ടീമിന്റെയും നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന നടത്തിയത്. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഒരു കടത്തുകൾ പ്രത്യേകിച്ച് അത് ഈ ബസ് സ്റ്റാൻഡുകളിലും മറ്റും കേന്ദ്രീകരിച്ചാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസിൻ്റെ ഇന്റലിജൻസും കാഞ്ഞിരപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസും ചേർന്ന് ഒരു കമ്പൈൻ റെയ്ഡുകൾ നടത്തിയാണ്. പ്രധാനദൃഷ്ടിയാൽ ഇപ്പോൾ ഒന്നും വേറെ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തുടർന്നും ശക്തമായിട്ടുള്ള യൂണിഫോമിലും മഫ്തിയിലും അല്ലാതെ ഞങ്ങളുടെ രാവുന്ന പോലെ ഒന്നും വ്യത്യാസമില്ലാതെയുള്ള റെയ്ഡിങ്ങിന് ഉണ്ടാകുന്നതായിരിക്കും. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുധി കെ സത്യപാലൻ, കിഷോർ, പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, സുനിൽ കുമാർ, സുരേഷ് TS, രാജേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.